അങ്ങനെ കേസിന്റെ ഭാവി എന്താകുമെന്നുള്ളത് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേസിൽ ഇതൊരു പ്രാഥമികമായിട്ടുള്ള സ്റ്റേജിലാണ്. ആദ്യത്തെ ഒരു സ്റ്റേജിൽ മിനിഞ്ഞാന്നത്തെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അതിൽ പേജ് 15 ഈ CMRL കമ്പനി അവിടെ കോടതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കോടതിയിൽ ഈ അന്വേഷണം തടയാൻ വേണ്ടി അല്ലെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോയതെന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് റിപ്പറ്റീഷൻ ഇപ്പൊ നിൽക്കും, റിപ്പറ്റീഷൻ ഈ സമൻസ് ഇഷ്യൂ ചെയ്തിട്ടേ ഉള്ളൂ, വന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും കാര്യങ്ങൾ കണ്ടെത്താനും ഉള്ള ഒരു അന്വേഷണത്തിന്റെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള സ്റ്റേജിൽ പോലും തടയാൻ ശ്രമിക്കുകയാണ്. അതില് PMLAയുടെ എൻക്വയറി ഒരു FIR ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം പെറ്റീഷണർക്ക് എഗൻസ്റ്റ് ആയിട്ട് CMRLനെതിരായിട്ടാണ് ഹൈക്കോടതി ഉത്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഒരു സെറ്റിൽമെന്റ്, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ആ സെറ്റിൽമെന്റ് കഴിഞ്ഞതോടുകൂടി ഇമ്മ്യൂണിറ്റി കിട്ടിയെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അതായത് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന്. അപ്പൊ അതിൽ ഹൈക്കോടതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തി അത് ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് പുതുതായിട്ടുള്ള കേസുകൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അവിടെ ഒരു സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു അലിഗേഷനാണ്. ഇപ്പൊ ഷോൺ ജോർജ് കൊടുത്ത അലിഗേഷൻ ഇത് തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇതിലൊരു സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ആ അന്വേഷണം നടത്താനുള്ള അധികാരം മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിന്റെ അടുത്ത പടിയിലേക്ക് പോയിട്ടില്ല. അപ്പൊ എപ്പോഴും കോടതിയിൽ വരാനും ഇത് നിയമപരമായിട്ട് നേരിടാനുമുള്ള അവകാശങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് എന്നിരിക്കെ ഈ ഒരു അന്വേഷണത്തെ ഈ സ്റ്റേജിൽ തടയാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇതൊന്നും ഇവിടെ നേരത്തെ സംസാരിച്ച ഇടതുപക്ഷ പ്രതിനിധി ദൗർഭാഗ്യവശാൽ അതിനൊന്നും ഒരു ഉത്തരവും പറയുന്നില്ല. അദ്ദേഹം വളരെ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു റോളുമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് യാതൊരു റോളുമില്ല. സെൻട്രൽ ഏജൻസിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അന്വേഷണ ഏജൻസിയാണ് വരുന്നത് ചോദ്യം ചെയ്യാനായിട്ട്. അവസാനം വന്നിട്ട് അല്ല സാർ അവസാനം വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാതെ ഇതിൽ വീണ ജോർജ് കക്ഷിയാവുന്ന എങ്ങനെയാ, വീണ തൈക്കണ്ടി കക്ഷിയാവുന്ന എങ്ങനെയാ, CMLRുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവര് സീരിയസ് ഫ്രോഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവര് കക്ഷിയാവുന്ന എങ്ങനെയാ? അത് സാർ വിശദീകരിച്ചോട്ടെ. സാറ് വിശദീകരിക്കുമ്പോ അത് പറയും. ഇത് CMLR ഇവരുടെ കമ്പനി അല്ല. അങ്ങനെ അവസാനം വന്നിട്ട് നിങ്ങൾ ചാൻസ് കൊടുത്താൽ അങ്ങനെ അല്ല എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? CMLR വീണ ജോർജിന്റെ കമ്പനി അല്ല. വീണ ജോർജിന്റെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് അല്ല ഇത്. ഇത് CMLR ആ കേസാണ് തുടരുന്നത്. പിണറായി വിജയന്റെ മകൾ ആദ്യം വീണ ഏത് വീണയാണെന്നും ഏത് കമ്പനിയാണെന്ന് ആദ്യം ഇന്നലത്തെ ഹൈക്കോടതി വിധിയില് ശ്രീമതി വീണ വിജയന്റെ പേരുണ്ട്. ഇതിൽ പറയുന്ന വസ്തുതകള് എന്തെല്ലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളൂ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, കേൾക്കാം. സാധാരണ ഒരാൾക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരു അന്വേഷണത്തിന് ഒരു സമൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടതി പോകാതിരിക്കാനായിട്ട് വല്ല അന്വേഷണത്തിന് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുമോ? അതിൽ കാറ് തല്ലിപ്പൊളിക്കാനോ അല്ലെങ്കിൽ അണികളോട് നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തിന് പ്രതികരിക്കണം? ഒരു പ്രൈവറ്റ് ഒഫൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ നടത്തുന്ന ഒരു അന്വേഷണം. അങ്ങനെ ഒരു കുറ്റമേ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായി ഈ കാര്യങ്ങൾ വസ്തുതകളെല്ലാം പറഞ്ഞാൽ പോരെ. അന്വേഷണങ്ങൾ നടത്തുന്നതും ഒരു വസതിയിൽ റെയ്ഡ് നടത്തുന്നതും രാഹുൽ ഗാന്ധി എന്തിനാ ED ചോദ്യം ചെയ്യാത്തതിനെ കുറിച്ച് പ്രതികരിച്ച് എങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം അതിന്റെ രാഷ്ട്രീയ വശമാണ് സംസാരിക്കുന്നത്. ശ്രീ PK ഗോപൻ അദ്ദേഹം സുപ്രീം കോടതിയിൽ അഭിഭാഷകനാണ്. അദ്ദേഹം അതിന്റെ നിയമവശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ സാങ്കേതിക കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആ ഹർജി തള്ളിയതിന്റെ പശ്ചാത്തലവും ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യവുമാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വിശദീകരിച്ചത്. ഏതായാലും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ ചെറിയ സമയത്താണെങ്കിലും താങ്കൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയതിൽ പ്രത്യേകം നന്ദി. നമുക്ക് നോക്കാനുള്ളത് ഇനി ഇതിനകത്ത് ഈ കേസിന്റെ തുടർ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇതിനെ CPM രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകുന്നത്, ഈ കേസിൽ ഇനി കൂടുതൽ പേരുണ്ടെങ്കിൽ അത് ഭരണപക്ഷത്തുള്ള ആളുകളിലേക്ക് കൂടി നീളുന്ന തരത്തിലേക്ക് ED അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോവുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.